ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. മിസ്സിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നത്, അതായത് വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോഴും ക്ലിയർ ആയിട്ട് മൂവ് ആവുന്നില്ല എന്നാണ് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് നമുക്ക് നിലവിൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നമായിരുന്നു. ഈ BS6 മോഡൽ വണ്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് നമുക്ക് ഒരു കംപ്ലയിൻ്റ് ആയിരിക്കും കാണിക്കുക. അതായത് മിസ്സിങ്ങോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഒരു കംപ്ലയിൻ്റ് ആണെങ്കിലും അതിന് കാരണങ്ങൾ പലതായിരിക്കും. അതായത് പഴയ മോഡൽ വണ്ടികൾക്ക് അങ്ങനെയല്ല, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ഇന്ന കാരണം കൊണ്ടായിരിക്കും നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഇത് സെൻസറിങ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് കാണിക്കുന്ന ലക്ഷണം ഒന്നാണെങ്കിലും കാരണങ്ങൾ പലതായിരിക്കും. കംപ്ലയിൻറ്റ് ആ ലക്ഷണം കാണിക്കാനുള്ള കാരണങ്ങൾ പലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ആയിട്ടാണ് നമുക്ക് മനസ്സിലായത്. അതായത് ഈ ഇരിക്കുന്ന HT കോയിൽ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ മാറ്റി പുതിയത് സെറ്റ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കി. കൂട്ടത്തിൽ നമ്മൾ ഈ പ്ലഗും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇഗ്നിഷൻ സ്വിച്ച് കംപ്ലയിൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്തും ഫയറിങ്ങിൽ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലഗും മാറ്റി HT കോയിലാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ മാറ്റിയേക്കണേ. നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കാണിച്ച കംപ്ലയിൻ്റ് അതിൻ്റെയാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഈ സെയിം ലക്ഷണം വെച്ചിട്ട് ഒരു കംപ്ലയിൻറ്റ് മാത്രമായിരിക്കും. ഈ കംപ്ലയിൻറ്റ് ലക്ഷണം ഒന്നാണെങ്കിലും കാരണങ്ങൾ ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാണിംഗ് ലാമ്പിൽ കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കാണിക്കുന്ന വാണിംഗ് ലാമ്പിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്തിട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇന്നതാണ് പ്രശ്നമുള്ളത്. പക്ഷേ ഇത് വാണിംഗ് ലാമ്പിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്, കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് മാത്രമായിരിക്കണമെന്നില്ല. ഇപ്പം ഞാനത് മാറ്റിയിട്ട് ഓടിച്ചു നോക്കി പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ വീണ്ടും അതേ ലക്ഷണം കാണിച്ചുകൂടായില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കാം. ഞാനിപ്പോൾ ഏകദേശം 8-10 കിലോമീറ്ററൊക്കെ ഇന്നലെ ഓടിച്ചു. വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടൊന്നുമില്ല. അതായത് നമ്മൾ എനിക്ക് മുമ്പും പല കേസുകളിലും അങ്ങനെ റിപ്പീറ്റ് വന്നേക്കണോണ്ട് നമ്മളങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അത് നോക്കാം, ഉപയോഗിച്ച് നോക്കാം. വീണ്ടും എന്തെങ്കിലും ലക്ഷണം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഇതേപോലെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോളിൻ്റെ സെക്ഷൻ കൂടി നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. ഫ്യൂവലിൻ്റെ ഇഞ്ചക്ടർ, അതേപോലെ ഫ്യൂവലിൻ്റെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫിൽറ്ററൊക്കെ മാറ്റേണ്ട. ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്യൂവലിൻ്റെ ഇഞ്ചക്ടറിന് കംപ്ലയിൻറ്റ് വന്നാലും ഇതേപോലെ തന്നെ ലക്ഷണം കാണിക്കും. അതേപോലെ തന്നെ ഫ്യൂൽ പമ്പിൻ്റെ പ്രോബ്ലം കൊണ്ടും ഇതേ രീതിയിൽ തന്നെ കാണിക്കും. അത് നമുക്ക് ഇതിനകത്ത് വാണിംഗ് ലാമ്പ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഇന്നതാണ് കേസെന്നുള്ളത്. ഇത് ചില കേസിൽ അങ്ങനെ കാണിക്കില്ല. അതാണ് നമുക്ക് അങ്ങനെ വന്നതിൻ്റെ മെയിനായിട്ട് അത് അങ്ങനെ പറയാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് ആ ലേഡീസ് ആയിട്ടുള്ള സൈഡ് പിടിക്കാത്തതിൻ്റെ റീസൺ പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ത്രെഡ് ചെറിയ പ്രശ്നമുണ്ട്. അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്തേക്കാം. ആ ലേഡീസ് ആയിട്ടുള്ള വലതുവശത്ത് പിന്നെ പിടി ലൂസായി പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ടല്ലോ, അത് അതിൻ്റെയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ത്രെഡിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്തേക്കാം. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. വേറെ സർവീസോ വേറെ കംപ്ലയിൻസുകളോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ആ പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ബില്ലായി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം നമുക്കൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ.